ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ലാഡർ പൊക്കി പിടിച്ച് പോണത് എങ്ങോട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട്. ഞങ്ങളെ വീട്ടിലെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് വീട്ടിൽ ലാഡർ എടുത്തതായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചൊരു പരിപാടിയുള്ള കാരണം ഈ ലാഡർ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ബ്ലഡിൻ്റെ ക്യാമ്പ് ഉണ്ട്. അതിനായിട്ട് രാവിലെ നേരത്തെ തന്നെ ചെല്ലാൻ പറഞ്ഞതായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് പണികൾ ഉണ്ടായിരുന്ന കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വക കുറച്ച് ലേറ്റ് ആവലും വേറെ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് ലേറ്റ് എന്നാണ് ഉമ്മ പറയണത്. അതാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞാൻ ആ ലാഡർ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പ് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായ കാരണം വലിയ സീനൊന്നും, കാരണം ഇവിടുന്ന് കുറച്ചുള്ളൂ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ എപ്പോഴത്തെ പോലെ ഞങ്ങൾ പടക്കുതിരയിൽ തന്നെയാണ് പോക്ക്. അങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അത് എന്തൊക്കെ കിടന്ന് കാട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ കാട്ടിക്കുട്ടലിനൊക്കെ ശേഷം ഞങ്ങൾ ക്യാമ്പിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ഇന്ന് മുക്കാല സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങൾക്ക് ഇന്ന് ക്യാമ്പ് ഉള്ളത്. ഇതിന്റെ മേലെയാണ് ഞങ്ങൾക്ക് ഇന്ന് ക്യാമ്പ്. ലേറ്റ് ആയെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് എല്ലാവരും വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന പോലെ തന്നെ ഫസ്റ്റ് ഒരു പണി കിട്ടി. ഈ ബോക്സിൽ അതിന്റെ മേലോട്ട് കയറ്റാൻ വേണ്ടി. നമ്മ പിന്നെ പണ്ടേ ഉടായ്പായ കാരണം ഈ ക്യാമറയും പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന്. ഈ തൊപ്പിട്ട തീമാൻ കൂടിയിട്ടൊന്നുമില്ല കേട്ടോ, ആള് മുടി പോയത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ ബോക്സ് മേലെ കൊടുന്ന് വെച്ചു. അതായത് ഞാനല്ല, അവര് കൊടുന്ന് വെച്ച്. ഇനി ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കണം. ഈ ഭാഗത്താണ് ഡോക്ടർമാരിരിക്കണത്. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയാൻ പോണത്. ഇതൊരു സംഘടനയാണ്, BDK എന്നാണ് പറയുന്നത്. അതായത് ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നാണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഒരു ബ്ലഡിന്റെ ആവശ്യം എന്ന് പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് വെക്കും. നമ്മളെല്ലാം കളക്ട് ചെയ്യുക, അതിനായിട്ട് ഡോക്ടർമാരുണ്ടാകും. നമ്മൾ ഇതിൽ ചെയ്യണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണേഴ്സിനെ കണ്ടുപിടിക്കുകയാണ്. അതായത് നമ്മുടെ അറിവിലുള്ള കുറെ ആൾക്കാരെയും അതേപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറെ ആൾക്കാരെയും ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവരെ കൊണ്ട് ബ്ലഡ് കൊടുപ്പിക്കുകയാണ് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറ്റൂല. അതിൽ കുറെ പ്രൊസീജിയറുകൾ ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ആൾക്ക് ബ്ലഡ് കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. മാത്രമല്ല ആളെന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ഫുഡ് കഴിച്ചോ, അങ്ങനെ ടോട്ടലി ഹെൽത്ത് ഫുൾ ചെക്ക് ചെയ്യും. എന്നതിന് ശേഷം ആളെ ഹെൽത്ത് ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കുള്ളൂ. പ്രഗ്നൻസിയുടെ കേസ് ഒഴിച്ചിട്ട് ബാക്കി ഏതൊരു കേസിനും ബ്ലഡിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിലത്തെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണോ വേണ്ടത് ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡോണറെ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ഡോണറിനെ എത്തിച്ചില്ലെങ്കിൽ പോലും ഇതേപോലെ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുള്ള അവർക്ക് നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കും. ഇതൊന്നും പൈസയുടെ പേരിലല്ല, ജസ്റ്റ് ഒരു സാമൂഹിക പ്രവർത്തനം എന്ന രീതിക്ക് തന്നെയാണ്. കാരണം നമ്മളെ കാരണം ഒരാളെ ലൈഫ് രക്ഷപ്പെടാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരാൾക്ക് അറിയുണ്ടാവില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ ജില്ലയിലും നമ്മുടെ ആൾക്കാരുണ്ട്. മലപ്പുറത്ത് ഒരു ടീമാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വേറെ, അല്ലെങ്കിൽ എറണാകുളത്ത് വേറെ, എല്ലാ ഭാഗത്തും നമ്മളെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഏത് ഭാഗത്ത് എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ബ്ലഡൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമല മെഡിക്കൽ കോളേജിലോട്ടാണ്. അപ്പോൾ അമലത്തെ ഡോക്ടർമാരൊക്കെ വന്നിട്ടാണ് HP കൗണ്ട് ചെക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്യണതൊക്കെ. നമുക്ക് ബ്ലഡിന്റെ എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാലും ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10-15 മിനിറ്റിന്റെ ഉള്ളിൽ ഡോണർ അവരവിടെ എത്തിച്ചിരിക്കും. അമല ഹോസ്പിറ്റലിൽ മാത്രമല്ല, അത് ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും അത് എവിടെയാണെങ്കിൽ പോലും അവിടെ ഞങ്ങൾ ആൾക്കാരെ എത്തിച്ചിരിക്കും. അപ്പോൾ ഇതാണ് BDK എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറെ പേരെ കാഴ്ചപ്പാടിൽ ഉണ്ടാകും ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്താണ് കിട്ടണത്, ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിന്തിച്ചോട്ടെ എന്ന് കരുതുക. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ലൈഫ് ഉള്ളൂ. സോ ആ ഒരു ലൈഫ് പരമാവധി എൻജോയ് ചെയ്തിട്ട് ജീവിക്കുക. മാത്രമല്ല നമ്മളെ കൊണ്ട് എത്ര സഹായം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല ആരെങ്കിലും ഒക്കെ ഒരു നല്ല കാര്യം ചെയ്യണത് കാണുമ്പോൾ കുറെ അസുഖ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും. അതൊക്കെ അവരവിടെ നിന്ന് പറഞ്ഞോട്ടെ എന്ന് വെക്കുക. കാരണം നമ്മളെ മേത്ത് അത് തട്ടണമെന്നില്ല. മാത്രമല്ല കുറ്റപ്പെടുത്താനും തളർത്താനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ആളുണ്ടാകൂല, നമ്മ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമ്മ ചിന്തിക്കേണ്ട കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ശരിയായി തോന്നുന്നത് അത് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന ഒരു കാര്യം ബോധർ ചെയ്യേ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരാള് ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് തലകറങ്ങി വീണു. അതിന്റെ ആ മുഖം പൊത്തി പോയത് ആള് മോളാണ്. ചില ആൾക്കാർക്ക് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ തലകറക്കം, പക്ഷെ അത് സ്വാഭാവികമാണ്. അങ്ങനെ ക്യാമ്പിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പ് നടക്കുന്നിടത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിക്കലിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കാട്ടിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഭ്രാന്താണെന്ന്. നോ ഗൈസ്, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിച്ചത് തെറ്റിപ്പോയി.
എപ്പോഴും നമ്മൾ വിചാരണ ശരിയാവണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ കാട്ടിക്കൂട്ടണത് അങ്ങനെയാണ്. ഞാൻ എങ്ങനെയാണ് അങ്ങനെ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറാനൊന്നും എനിക്ക് പറ്റില്ല. ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഭാഷാണം കൃമി എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ, ആ കൃമി ഇവിടെ ഉണ്ടായിരുന്നു. കൃമി the big കൃമി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ വെച്ചിട്ട് വേണം കാണാം.